കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവനും നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് സ്ത്രീകളുണ്ട്. ഒന്ന് സുനിത വില്യംസ്, ഒരു ഷൈനിയും അവരുടെ രണ്ട് പെൺകുട്ടികളും. അപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് ഇഷ്ടമാകില്ല. എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള ലേബല് തരാനുള്ള സാധ്യതയുമുണ്ട്. എനിക്ക് ആ ലേബൽ വളരെ ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ്. നമുക്ക് ആ രണ്ട് സ്ത്രീകളെ പറ്റിയും അറിയാം. അതിലൊരു സ്ത്രീ ഹിസ്റ്ററിയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദൗത്യത്തിൽ പങ്കെടുത്ത ഒരു സ്ത്രീയും, മറ്റൊരു സ്ത്രീ അവരുടെ ഒരു നല്ലൊരു ഡിഗ്രി ഉണ്ടായിട്ടും അത് പല കാരണങ്ങൾ കൊണ്ട് പർസ്യൂ ചെയ്യാൻ പറ്റാതെ, അത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ കുട്ടികളെ വളർത്തി വീട്ടിലിരുന്ന് അവസാനം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പല സ്ത്രീകൾക്കും സംഭവിച്ചു പോകുന്നതെന്ന് വളരെ ദുഃഖത്തോടു കൂടി നമ്മൾ ഓർക്കാറുണ്ട്. നമുക്കറിയാം, മിക്ക സ്ഥലങ്ങളിലും നല്ല എഡ്യൂക്കേഷൻ കിട്ടിയ കുട്ടികളെ ഒരു ചെറിയ പ്രായത്തിൽ, ഇപ്പോൾ ട്രെൻഡ് മാറി വരുന്നുണ്ട്, പല കുട്ടികളും ഒരു ഫിനാൻഷ്യൽ നല്ലൊരു ബേസൊക്കെ ഉണ്ടാക്കി നല്ലൊരു കരിയറൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് പല കുട്ടികളും ഇപ്പോൾ തയ്യാറാകുന്നുള്ളൂ. എങ്കിൽ പോലും പല കുട്ടികളും വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ അല്ലാതെയോ ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് വരുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു ഡിഗ്രി, അവർ നല്ല പഠിച്ച് നല്ല മാർക്കൊക്കെ കിട്ടിയ ആളുകളാണെങ്കിൽ ആ ഡിഗ്രി അവർ കുറേ നാളത്തേക്ക് മാറ്റി വെക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പൊതുവെ ഒരു ട്രെൻഡാണ്, കല്യാണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് തോന്നിയിരുന്നു വിശേഷമൊന്നും ആയില്ലേ. അപ്പോൾ വിശേഷമൊക്കെ പെട്ടെന്നാവും, അല്ലെങ്കിൽ മിക്കവർക്കും അങ്ങനെയാണ്, ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക്. വിശേഷമായി കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ വേറെ ആരും ടേക്ക് കെയർ ചെയ്യാനല്ലെങ്കിൽ, ഞാനൊരു സാധാരണ ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത്, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ ആരും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല എങ്കിൽ, അത് അവർക്കൊരു സെർവൻറ്റിനെ വെച്ചൊരു കുട്ടിയെ നോക്കാൻ സാധിക്കുന്നവരല്ല എങ്കിൽ, മിക്ക കുട്ടികളും ഒരു 3-4-5 വയസ്സ് വരെ ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയ വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പം ഈ ഒന്നാമത്തെ കുട്ടി ആയതിനു ശേഷം അടുത്ത ക്വസ്റ്റ്യൻ വരും, കുട്ടിക്കൊരു തുണ കൂടി വേണ്ടേ, രണ്ടാമതൊരു കുഞ്ഞും കൂടി വേണ്ടേ? മിക്കവർക്കും രണ്ടാമത്തെ കുഞ്ഞും ആവും. അപ്പം ഈ സിസ്റ്റത്തിൽ നമ്മളറിയാം, ഓൾറെഡി ആ കുട്ടി അപ്പോൾ അതിൻ്റെ ഒരു കരിയറിൻ്റെ പഠിച്ചതിൻ്റെയൊക്കെ എല്ലാം മറന്നിട്ട് ഒരു 5 വർഷം ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടാമത്തെ കുട്ടിയായി ഇതിനെയും ഒരു പാകത്തിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തേന് ഈ കുട്ടിയുടെ ഓൾറെഡി ഒരു എനർജിയുടെ നല്ലൊരു പങ്കും ഈ കുഞ്ഞുങ്ങളെ നർച്ചർ ചെയ്യുന്നതിനും വീട് മാനേജ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. ഇതൊന്നും മോശപ്പെട്ട കാര്യങ്ങളല്ല, ഇത് വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് ഹോം മേക്കിംഗ് മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയുവാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെ വീട്ടിലെ മിക്ക വീടുകളിലെയും ബ്രെഡ് വിന്നേഴ്സ്, അവിടുത്തെ ഭൂരിപക്ഷം വീടുകളിലെയും ബ്രെഡ് വിന്നേഴ്സ് മിഡിൽ ക്ലാസ് ഫാമിലികളിൽ അവിടുത്തെ പുരുഷന്മാരാണ്. അവരുടെ പുരുഷന്മാരുടെ ആ ഒരു കഷ്ടപ്പാടിനെയോ അവരുടെ ഹാർഡ് വർക്കിനെയോ ഒരിക്കലും വിലകുറിച്ച് കാണുന്ന ഒരു വീഡിയോ അല്ല ഇത്. അങ്ങനെ ഒരു കാരണവശാലും ആരും വിചാരിക്കരുത്. അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും ഇത്രയും കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ സ്ത്രീ ഒരു 35 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും മിക്കവരും. അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. വളരെ ചെറിയ പ്രായത്തിലാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ കാണും. ഒരുപാട് ഈ ഒരു 35 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോഴത്തേന് തന്നെ ഒരുമാതിരിപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി കാണും. അല്ലെങ്കിൽ തന്നെ അറിയാം, നമുക്ക് പുരുഷന്മാരെ പോലെ എല്ലാ സ്ത്രീകൾ പൊതുവെ പ്രശ്നക്കാരാണെന്ന് ലേബൽ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. എന്തുകൊണ്ടാണ് പ്രശ്നക്കാരെന്ന് ലേബൽ ചെയ്യുന്നത്? അവർ കൂടുതലും അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് പലതും അവർക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പല സ്ത്രീകളും PMS ഒക്കെ മൂലം വളരെയധികം സഫർ ചെയ്യുന്നവരായിരിക്കും. പീരിയഡ്സ് ഒക്കെ വരുന്നതിന് ഒരാഴ്ച മുൻപേ തന്നെ അകാരണമായ ദേഷ്യം, പൊട്ടിത്തെറി, പിന്നെ ശാരീരികമായ വൈഷമ്യതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ കാണിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾ ശരിയായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നവരല്ലെങ്കിൽ ഇത് വീട്ടിലുള്ള വ്യക്തികളുള്ള ദേഷ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവരുടെ അസ്വസ്ഥതയാണ്, അവരുടെ ഹോർമോണൽ പ്രോബ്ലം കൊണ്ട് അവർ സഫർ ചെയ്യുന്നതാണോ ഒന്നും റിയലൈസ് ചെയ്യത്തില്ല. പൊതുവെ വഴക്കാളിയാണ്, അല്ലെങ്കിൽ ഇച്ചിരി അഹങ്കാരമുള്ളവരാണ്, അല്ലെങ്കിൽ പ്രശ്നക്കാരാണ് എന്നൊക്കെയാണ് കരുതുന്നത്. ഈ ഹോർമോണൽ പ്രോബ്ലംസിനെ തന്നെ കുറിച്ച് മനസ്സിലാവുകയാണെങ്കിൽ പല വീടുകളിലും പകുതി പ്രശ്നങ്ങൾ കുറയ്ക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല പുരുഷന്മാർക്കും അത് അറിയില്ലെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ആ വിഷയം നമുക്ക് വേറൊരു ദിവസം കൂടുതലായി സംസാരിക്കാം. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ സ്ത്രീ ഒരു പകുതി ഒരു വിഷാദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്ന് അവരുടെ സെൽഫ് വർത്ത്, അതായത് അവരുടെ കയ്യിൽ ഫിനാൻസ് കാണില്ല കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള. ഇനി അവരെന്തെങ്കിലും ഒരു കരിയറിലേക്ക് പോകണമെങ്കിൽ തന്നെ അവർ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പഠിക്കുവോ അത് പർസ്യൂ ചെയ്യാൻ വേണ്ടി ഒരു സാമ്പത്തികം ആവശ്യമാണ്. പിന്നെ അവരുടെ എനർജി, അവരുടെ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ, പിന്നെ കുട്ടികളെ വളർത്തി ഒരു പ്രായമായതിനു ശേഷം പലർക്കും ഒരു 40-43 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് പല സ്ത്രീകളും വിഷാദത്തിലേക്ക് വീഴുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അവരുടെ സെൽഫ് വർത്ത്. ഇനി എന്തിനാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇനി ഞാൻ എന്താണ് പർസ്യൂ ചെയ്യേണ്ടത്, അപ്പം എൻ്റെ ഏജ് കഴിഞ്ഞു പോയി, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇതിനൊക്കെ വിരോധമായി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കുണ്ട്. അവരെ ഒന്നും ഞാൻ മറന്നല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഒരു സാധാരണക്കാരായിട്ടുള്ള കുറച്ച് സ്ത്രീകളെ പറ്റിയാണ്.
അപ്പം അവരപ്പം തന്നെ വിഷാദത്തിലേക്ക് വീണിരിക്കും, അവർക്ക് മുൻപോട്ട് പോകാൻ. അപ്പം നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മിക്ക സ്ത്രീകളും തകർന്നു പോകും. ഇത്രയും കാലം നീ എന്ത് ചെയ്യുകയായിരുന്നു, ഇത്രയും കാലം അമ്മ എന്ത് ചെയ്യുകയായിരുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും പഠിക്കാൻ പോവില്ലായിരുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുന്ന സ്ത്രീകളാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പല സ്ത്രീകളും. അവർക്ക് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്, നല്ല കഴിവുള്ളവരായിരിക്കും, പഠിക്കുന്ന സമയത്തൊക്കെ നല്ല ടാലന്റ് ഉള്ളവരായിരുന്നായിരിക്കാം. പക്ഷെങ്കിൽ അവർ പല സാഹചര്യങ്ങൾ കൊണ്ട് കയ്യിൽ ഫിനാൻസ് ഇല്ലേയും സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടും ഒക്കെ അവരുടെ വെർത്ത് നഷ്ടപ്പെട്ട് അവർ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആവുന്ന സ്ത്രീകളാണ് നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ. ഇന്ന് ആ ട്രെൻഡൊക്കെ മാറി വരുന്നുണ്ടെങ്കിൽ പോലും കിട്ടുന്ന ശമ്പളം വേറൊരാളുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത സ്ത്രീകൾ നമ്മളുടെ ഇടയിൽ ധാരാളമുണ്ട്. അത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ആ കാര്യത്തോട്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ എല്ലാവരും ഈ പോയിന്റിനോട് ചിലപ്പം യോജിക്കില്ലായിരിക്കാം. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സത്യം എന്ന് പറഞ്ഞത്, വീടുകളിൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ചിലവഴിക്കുന്ന സ്ത്രീകൾ, വീട് വൃത്തിയാക്കിയും കുഞ്ഞുങ്ങളെ നോക്കിയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുത്തും ഒക്കെ സ്വന്തം കരിയറും സ്വന്തം സ്വപ്നങ്ങളും ത്യജിച്ച് ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പെർസീവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സപ്പോർട്ടും ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ടും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ ഒരു ദിവസം ഒന്ന് പാത്രം കഴുകി കൊടുക്കുവോ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ചായ ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിലുള്ള സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെ ജോലിയോട് തീരുന്നില്ല. 24 hours കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്കിലെ ഒരു ദിവസം ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയുമില്ല. അവരൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അതിന് തീരെ വിലയില്ലാതാണ്. അവരുടെ ഹ്യൂമൻ റിസോഴ്സിനും അവരുടെ വെർത്തിനും അവരത് വീട്ടിൽ ഭംഗിയാക്കി വെക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കുന്ന എഫേർട്ടിനും ഒരു വിലയുമില്ലാതാണ് പല ആളുകളും കാണുന്നത്. വളരെ ദുഃഖകരമായ സത്യമാണത്. പല സ്ത്രീകളും ഒരു 40 വയസ്സിന് ശേഷം വിഷാദത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെ അവരുടെ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ക്രൂ തന്നെയുള്ള ആളുകളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഫുൾ ടൈം സെർവൻറ്റിനെ വെക്കാൻ ആസ്തിയുള്ളവരുണ്ട്. അവരെക്കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത്. നമ്മുടെ മീഡിയയും ഇതിനൊരു പരിധി വരെ അതിന് കാരണമാകുന്നുണ്ട്. വുമൻസ് ഡേക്കും മദേഴ്സ് ഡേക്കും ഒക്കെ വരുന്ന പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് വെക്കും. കയ്യിലൊരു ലാപ്ടോപ്പ്, കയ്യിൽ കുക്കർ, ഡയപ്പർ, ഈ കയ്യിൽ 25 കൈ ഉണ്ടാക്കിയിട്ട് ആ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ പിടിപ്പിക്കാമോ അതെല്ലാം പിടിപ്പിക്കും. എൻ്റെ പൊന്നു സ്ത്രീകളെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, നമ്മുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ കാണും. അതായത് ഇനിയിപ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ ഇതൊക്കെ ഡിസിഷൻ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു കരിയർ പെർസ്യൂ ചെയ്ത് അങ്ങോട്ട് പോവാന്ന് കൂട്ടിക്കുക, ജോലിക്കങ്ങ് പോവാന്ന് കൂട്ടുക. ആ സ്ത്രീ വന്ന് വീട്ടിലത്തെ പിന്നെ ആ ജോലി കൂടാതെ ഓഫീസിലെ സ്ട്രെസ്സും കൂടാതെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളൂടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ അവിടെ ജോലി റിസൈൻ ചെയ്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത്രയും കാലം ഒരു കരിയർ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന ഒരു സ്ത്രീയെ എവിടെയെങ്കിലും പുതിയ സ്ഥലത്തോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ വീട്ടിലൊരാൾ പറയുവാണ്, എന്നൊരു കാര്യം ചെയ്യേ, നീ നാളെ ഒരു ജോലിക്ക് പോയി തുടങ്ങിയോ, ഞാൻ ഇത്രയും നാൾ ജോലി ചെയ്യില്ലായിരുന്നു, ഞാൻ വീട്ടിൽ ഇരിക്കാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ ആൾക്ക് എങ്ങനെയാണ് ഒരു ആദ്യം കയറുന്ന ഉടനെ എത്ര സ്ഥാപനങ്ങളിൽ ആ സ്ത്രീക്ക് ജോലി കൊടുക്കും? അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ത്രീക്ക് എത്ര സാലറി ആയിരിക്കും ഒരു സ്ഥാപനം കൊടുക്കും? നമ്മുടെ കേരളത്തിലെയൊക്കെ സാലറിയുടെയൊക്കെ സിസ്റ്റം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നമ്മൾ എത്ര സ്ഥാപനങ്ങളിൽ ആളെ എടുക്കും, എത്ര സ്ഥാപനങ്ങളിൽ ആ സ്ത്രീക്ക് നല്ലൊരു ഡീസൻറ്റ് സാലറി കൊടുക്കും? അപ്പോൾ അതിലേക്കൊന്നൊരു ബേസായി വരാൻ അവർക്കൊരു സാവകാശവും സമയമൊക്കെ ആവശ്യമാണല്ലേ? അവരൊരു പൂർണ്ണമായിട്ട് അതിലേക്കൊന്നും ആവാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഹ്യൂമൻ റിസോഴ്സും എഫേർട്ടും അല്ലെങ്കിൽ അവർക്ക് ലാംഗ്വേജ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാനൊക്കെ അവർക്കൊരു സമയവും സാവകാശവും ആവശ്യമാണ്. അത് കൊടുക്കാനൊരു സിസ്റ്റം നമുക്കില്ലെങ്കിൽ ഒരിക്കലും ആ സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെപ്പറ്റി സംസാരിച്ചത്. ഇതിന് എത്ര പേർക്ക് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അതിന് മുൻപോട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എവിടെയും ഞാൻ പുരുഷന്മാരെ കെട്ടി സംസാരിച്ചിട്ടില്ല. ഇതിലെവിടെയും ഞാൻ പുരുഷന്മാർ മോശപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. എന്നെപ്പോലെ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പല സ്ത്രീകളും ഇത്തരം പ്രശ്നങ്ങളുടെയും വിഷാദങ്ങളുടെയും കടന്നു പോകുന്നവരാണ്. അവരുടെ ഒരു പ്രതിനിധിയായിട്ട് നിന്നാണ് ഞാൻ ഈ സംസാരിച്ചത്. താങ്ക് യു.